ഒരു LDF വിരുദ്ധതയുണ്ടെങ്കിലും ഒരു UDFനുള്ള ഒരു സാധ്യത പോസിറ്റീവായി ഇനിയും ഒരു പബ്ലിക് പെർസെപ്ഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ RSP മുന്നോട്ട് വെച്ചത്. അപ്പോൾ ആ വിരുദ്ധത എവിടെയുണ്ട്, ഒരു ആൻറ്റി ഇൻകംബൻസി എവിടെയുണ്ട്? ആ ആൻറ്റി ഇൻകംബൻസിയെ നിങ്ങൾക്ക് ഒരു വിജയസാധ്യതയാക്കി മാറ്റാനുള്ള തന്ത്രങ്ങളാണ് ഇനി മെനയേണ്ടത്. ആ തന്ത്രങ്ങൾ മെനയുന്നതിനിടയിൽ ഈ നേതാക്കളുടെ തമ്മിലടി നേരത്തെ പറഞ്ഞതുപോലെ ഒരു പൊതു പെർസെപ്ഷൻ നിൽക്കുന്നുണ്ട്. ഈ BJP ക്രിസ്ത്യൻ വോട്ട് ബാങ്കുകളിൽ കടന്നു കയറുന്നതിനെ കുറിച്ചാണ് ഏറിയ പങ്കും സംസാരിച്ചത് എന്നാണ് പറഞ്ഞത്. അതിൽ തന്നെ ചില താല്പര്യം RSPയുടെ ഉള്ളതായി നമ്മൾ മനസ്സിലാക്കുന്നത്. KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരു ക്രിസ്ത്യൻ നേതാവിനെ കൊണ്ടുവന്നാൽ അത് വളരെ പോസിറ്റീവായിരിക്കും. തുറന്നു പറഞ്ഞില്ലെങ്കിൽ പോലും ഈ സംസാരത്തിൽ ഒരു രാഷ്ട്രീയ ലക്ഷ്യമായി നമ്മൾ മനസ്സിലാക്കുന്നത് അതാണ്. മറ്റത് ഒരുപക്ഷെ ബെന്നി ബെഹനാൻ്റെ പേരായിരിക്കാം മനസ്സിലുണ്ടാവുക. ഇനി അതല്ലെങ്കിൽ ഈ BJPയുടെ കടന്നുകയറ്റം തടയാൻ വേണ്ടി ഈവൻ കേരള കോൺഗ്രസ് മാണിയെ തന്നെ ജോസ് കെ മാണിയെ തന്നെ തിരികെ കൊണ്ടുവരുന്നതിനോടും ഷിബു ബേബി ജോണിന് വളരെ അനുകൂലമായ നിലപാടായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ ദീപദാസ് മുൻഷിയുമായി നടന്ന കൂടിക്കാഴ്ചയിൽ RSP സംബന്ധിച്ചും വളരെ കോൺഫിഡൻ്റ് ആണ്, ലീഗിനെ സംബന്ധിച്ചും വളരെ കോൺഫിഡൻ്റ് ആണ്. അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഒരു ട്രെൻഡ് സെറ്റ് ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടില്ല. 6% UDFൻ്റെ വോട്ട് 1980-കളെ അപേക്ഷിച്ച് 2016 ശേഷം BJPയിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. LDFിൻ്റെയും 1.5% വോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നഷ്ടം സംഭവിച്ചിരിക്കുന്നത് UDFിനാണ്. ആ വോട്ടിനെ തിരിച്ച് BJP ക്ലച്ചസിൽ നിന്ന് പിടിച്ചുകൊണ്ടുവരിക എന്നുള്ളത് അത്ര എളുപ്പമുള്ള പണിയല്ല.